Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom, BBA, BA, BSc കാരുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള സാഹിത്യ വിമർശനമായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സാഹിത്യ വിമർശനം എന്താണ്, അതിൻ്റെ ഭാഗങ്ങൾ, ശൈലികൾ, അതുപോലെ തന്നെ സാഹിത്യ വിമർശന ചരിത്രത്തിലെ 2 ഘട്ടങ്ങൾ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാക്കിയുള്ള 2 ഘട്ടങ്ങളാണ്. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സാഹിത്യ ചരിത്രത്തിലെ 3ാമത്തെ ഘട്ടം മുതലാണ് എടുക്കുന്നത്. അപ്പോൾ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സാഹിത്യാധുനികതയുടെ ഘട്ടം എന്നാണ് പറയുന്നത്. അതായത് നവോത്ഥാന ഘട്ടമായിരുന്നു 2ാം ഘട്ടം. അപ്പോൾ ഈ നവോത്ഥാന കാലത്തിന് ശേഷം സമൂഹത്തിലും സാഹിത്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഇന്ത്യൻ പൗരസമൂഹം കൈവരിച്ചിട്ടുള്ള ആവേശവും പ്രതീക്ഷയും സാഹിത്യാധുനികതയുടെ ഘട്ടമായപ്പോഴേക്കും പിറകോട്ടായി. സമത്വമുള്ള സമൂഹം, സ്വതന്ത്രനായ വ്യക്തി എന്നിങ്ങനെയുള്ള ആശയങ്ങൾ മുഴുവനായിട്ട് തകർന്നുപോയി. രാഷ്ട്രീയമായും ധാർമ്മികമായും തകർന്ന തലമുറയുടെ സൃഷ്ടിയിലാണ് ചരിത്രത്തിൻ്റെ സംഗതികളെല്ലാം ലയിച്ചു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിരാശയിൽ ഉയർന്നു വന്നതാണ് ആധുനിക സാഹിത്യ പ്രസ്ഥാനം. ആധുനിക സാഹിത്യം വ്യക്തികേന്ദ്രീകൃതമായതോടുകൂടിയിട്ട് മനഃശാസ്ത്ര വിമർശനത്തിന് പ്രാധാന്യം കൈവന്നു. അതോടുകൂടി ഫ്രോയിഡിൻ്റെയും യുങ്ങിൻ്റെയും മനഃശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിരൂപണ രീതി MN വിജയൻ, ലീലാവതി തുടങ്ങിയ നിരൂപകർ അവലംബമാക്കി. വ്യക്തികേന്ദ്രീകൃതമായ സൗന്ദര്യ നിരൂപണം എന്ന വിഭാഗത്തിൽ പെടുന്നവയായിരുന്നു ആധുനിക വിമർശനത്തിൻ്റെ ശക്തമായ ഘട്ടം എന്ന് പറയുന്നത്. ആധുനികത ഉൾക്കൊള്ളുന്ന കൃതികളെ വിശദീകരിക്കാനാണ് ഈ കാലഘട്ടത്തിലെ വിമർശകർ ശ്രമിച്ചത്. കർത്താവിനും കൃതിക്കും മേലെയായിരുന്നു നിരൂപകന്റെ സ്വരം. വിമർശകന്റെ താൽപ്പര്യത്തിനനുസരിച്ച് സമഗ്രമായിട്ടുള്ളൊരു പാഠം നിർമ്മിക്കുകയും അതിലെ പൊരുത്തക്കേടുകൾ മൂടി വെച്ചുകൊണ്ട് പൂർണ്ണ അധികാരിയായിട്ട് മാറുകയും ചെയ്യുന്ന വിമർശന രീതി ആധുനിക കാലത്ത് മലയാളത്തിൽ നിലനിന്നു. ഏകസ്വരമായിരുന്നു അന്ന് വിമർശകർക്കുണ്ടായിരുന്നത്. KP അപ്പൻ, ആശാ മേനോൻ, നരേന്ദ്രപ്രസാദ് തുടങ്ങിയവരൊക്കെ ഇത്തരത്തിലുള്ള വിമർശകരായിരുന്നു. ഇതാണ് സാഹിത്യാധുനികതയുടെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഘട്ടം, അതായത് സാഹിത്യ വിമർശന ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ഘട്ടം, ഉത്തരാധുനിക ഘട്ടം. 1990കളുടെ തുടക്കത്തിൽ മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭാവുകത്വത്തെ നമുക്ക് ഉത്തരാധുനിക ഘട്ടം എന്ന് വിളിക്കാം. സംസ്കാര വിമർശനം, ദളിത് വിമർശനം, പോസ്റ്റ് കൊളോണിയൽ വിമർശനം എന്നീ വഴികളിലൂടെയാണ് സമകാലീന വിമർശനം മുന്നേറിയത്. VC ശ്രീജൻ, N പ്രഭാകരൻ, പ്രദീപൻ പാമ്പിരിക്കുന്ന് എന്നിങ്ങനെ നിരവധി പേര് ഈ കാലഘട്ടത്തിലുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് തച്ചുടയ്ക്കുന്നതും പരസ്പരം സംഘർഷത്തിലിരിക്കുന്നതുമായ ആശയങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ മുൻപുണ്ടായിരുന്ന ഏകസ്വരത്തേക്കാൾ ബഹുസ്വരമാണ് കേൾക്കുന്നത്. ഈ ഘട്ടത്തിലെ വിമർശനം ഏറ്റവും ശ്രദ്ധിച്ചത് സാഹിത്യരൂപങ്ങളിലെ ഭാഷ, സംസ്കാരം, ചരിത്രം എന്നീ ഘടകങ്ങളെ വ്യാഖ്യാനിക്കാനും വൈരുദ്ധ്യങ്ങളെ എടുത്തു കാണിക്കാനുമാണ്. അപനിർമ്മാണം, നവചരിത്രവാദം, പോസ്റ്റ് കൊളോണിയലിസം, ദളിത് പഠനം, സംസ്കാര പഠനം, പരിസ്ഥിതി പഠനം ഇവയൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഈ ഉത്തരാധുനിക വിമർശനത്തിലെ 2 ശക്തമായ ധാരകളാണ് സ്ത്രീവാദ വിമർശനവും ദളിത് വിമർശനവും. സാഹിത്യത്തിലുള്ള ലിംഗപരമായ അസമത്വങ്ങളെ ചൂണ്ടിക്കാണിച്ചുള്ള പുരുഷാധിപത്യ പ്രവണതയെ സൂചിപ്പിക്കുന്നവയാണ് സ്ത്രീവാദ വിമർശനങ്ങൾ. ദേവിക, ശാരദക്കുട്ടി, സോണിയ തുടങ്ങിയവരൊക്കെ സ്ത്രീവാദ വിമർശകരാണ്. അതുപോലെ തന്നെ നവോത്ഥാന ചിന്തയുടെ തുടർ പ്രവർത്തനം ദളിത് വിമർശനത്തിൽ കാണാൻ സാധിക്കും. ജാതി കാരണം മനുഷ്യർ നേരിടുന്ന അസമത്വം ഇന്ത്യയിൽ എത്രമാത്രം രൂക്ഷമാണെന്ന് ദളിത് വിമർശകർ പറയുന്നു. KK കോച്ച്, OK സന്തോഷ്, പ്രദീപൻ പാമ്പിരിക്കുന്ന് എന്നിങ്ങനെ ധാരാളം വിമർശകർ മലയാള സാഹിത്യത്തിൽ ഇടപെട്ടു. ചരിത്രം, സാമൂഹിക ശാസ്ത്രം, തത്വചിന്ത, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി നിരവധി പഠന മേഖലകളുടെ സാധ്യതകൾ ഇന്ന് സാഹിത്യ വിമർശനത്തെ നിർണയിച്ചിരിക്കുകയാണ്.
ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി കൊടുത്തിരിക്കുന്നത് ഓരോ എഴുത്തുകാരും അവരുടെ പ്രത്യേകതകളുമാണ്. അപ്പോൾ അത് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് വേറൊന്നല്ല, ഓരോ ഘട്ടത്തിലെയും എഴുത്തുകാർ ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എക്സാമിന് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.